എല്ലാവർക്കും നമസ്കാരം. പൂരുട്ടാതി നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന പൂരുട്ടാതി നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സൂര്യൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മയോ തിന്മയോ ചെയ്തവർ ജനിക്കുന്ന നാളുകളിൽ ഒന്നാണ് പൂരുട്ടാതി. അതുകൊണ്ട് പൂരുട്ടാതി നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് സൂര്യൻ നക്ഷത്രാധിപനായ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. സൂര്യൻ രാശിയധിപനായ ചിങ്ങം രാശി അല്ലെങ്കിൽ ലഗ്നമായി ജനിച്ചവർ മൂലവും പൂരുട്ടാതി നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് സൂര്യന് പിതാവ്, അന്തസ്സ്, അധികാരം, രാഷ്ട്രീയം, സർക്കാർ ജോലി ഇതുപോലെ പല കാരകങ്ങളുമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നാളുകാരും ചിങ്ങക്കൂറ് അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവർത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ജാതകത്തിൽ സൂര്യൻ മോശം സ്ഥിതിയിൽ നിൽക്കുന്ന പൂരുട്ടാതി നാളുകാർക്ക് ചെറുപ്പം മുതലേ പിതാവിനെ പിരിഞ്ഞിരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, പിതാവിൻ്റെ സ്വത്തുക്കൾ സംബന്ധമായി തർക്കങ്ങളും കേസുകളും ഉണ്ടാവുക, സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരിക, സർക്കാർ ജോലി ലഭിക്കുന്നത് തടസ്സമുണ്ടാവുക, ഒരുപക്ഷെ ലഭിച്ചാൽ തന്നെ നിങ്ങളുടെ യോഗ്യതയ്ക്ക് താഴെയുള്ള ജോലി ലഭിക്കുക, ഇതുപോലെയുള്ള നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. പൂരുട്ടാതി നാളിൽ ജനിച്ചവർ ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ കുറയാനായി ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഭക്ഷണപദാർത്ഥങ്ങൾ ദാനം ചെയ്യുന്നതും ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ജന്മദിനത്തിൽ ചെന്ന് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകി അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതും ഞായറാഴ്ച ദിവസം ശിവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂരുട്ടാതി നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.